എത്തിയാ എത്തിയോന്നോ മണ്ട എത്തിയ അപ്പൊ പൊക്കം വരെ കേറണോ? കേറാല്ലേ? കേറാങ്കി കേറിക്കോ. ഞാൻ കേറും. വലിപ്പം പറയുന്നു മതി ഇറങ്ങിക്കോളെ. അപ്പച്ചി മോള് പഠിക്കട്ടെ. അപ്പഴെങ്ങാനും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിർത്തിയാ നമുക്ക് ഇവിടുത്തെ പറമ്പിട്ട് തേങ്ങക്കിടണ്ടേ? ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ മോളാണ്. അവൾക്ക് എറണാകുളത്ത് ചെറിയ പഠനത്തോടൊപ്പം ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ പാരമ്പര്യം നിലനിർത്താനല്ല, അവൾക്ക് അത്യാവശ്യം ഒന്ന് തെങ്ങ് കയറുന്ന പരിശീലനം വേണമെന്ന് പറഞ്ഞു. പിന്നെ സ്പൈക്കിട്ട് മരത്തേൽ കയറാനായിട്ടുള്ള ഒരു പരിശീലനവും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എൻ്റെ കയ്യിലുള്ള സാധനമാണ് ഈ മെഷീന്. അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് തെങ്ങ് കയറുന്നതെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം. ആ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റില് ഇതെടുത്ത് ഈ മെഷീനെടുത്ത് ഇങ്ങനെ കെട്ടുക. അപ്പൊ ഫസ്റ്റിൽ ഒരു മെഷീനും പിന്നെ വേറെ മെഷീനും വെക്കണമെന്നുണ്ടോ? അത് പിന്നെ ഏത് കാലാണ് ആദ്യം വെക്കുന്ന മേലേക്ക് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. ഓരോരുത്തർക്കും ഓരോ വാൽനെസ് ആണ്. ചിലർ ഈ വലിയ കാലുള്ള മെഷീൻ എടുത്ത് ഇങ്ങനെ സൈഡിൽ കെട്ടും. ഇപ്പൊ നമ്മൾ കെട്ടിയേക്കുന്നത് വലിയ കാലുള്ള മെഷീൻ എടുത്ത് ഈ സൈഡിലാണ് കെട്ടിയേക്കുന്നത്, വലത്ത് സൈഡിൽ. ഈ ചെറിയ കാലുള്ള മെഷീൻ ഇടത്ത് സൈഡിലാണ് കെട്ടിയേക്കുന്നത്. ആ മെഷീന്റെ ഇടത് കാല് വെക്കണം. ഇടത് കാല് ഇതിൽ വലത്ത് കാല് അങ്ങനെ വെച്ചാണല്ലോ കയറുന്നേ. അതിന്റെ മെഷീൻ ഇങ്ങനെ കെട്ടി സെറ്റ് ചെയ്യുക. സെറ്റായി. കാണിച്ചു തരാം. അതോ ഇല്ല, ഞാൻ ഫസ്റ്റ് ഇത് ഇടത്തുകാലാണ് എടുത്ത് വെക്കുന്നത്. പിന്നെ വലത്തുകാലിട്ട് വെച്ചിട്ട് ഇങ്ങനെ കയറി നിന്നു. പിന്നെ ഇത് ഇങ്ങനെ ഈ കാല് ഇങ്ങനെ ഇവിടുന്ന് ലൂസ് ചെയ്തിട്ട് ഈ മെഷീൻ ഇങ്ങനെ കയറ്റി ഇത് ഇവിടെ ചവിട്ടി മുറുക്കിയിട്ട് അടുത്ത മെഷീന് അതേപോലെ തന്നെ ഈ കാല് ലൂസ് ആക്കിക്കൊണ്ട് ഈ കൈ കൊണ്ട് ഇത് പൊക്കി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ചവിട്ടി നിൽക്കുക. അപ്പൊ മെഷീൻ സെറ്റായി. അപ്പൊ അടുത്തത് അതേപോലെ തന്നെ ഈ കാല് ലൂസ് ചെയ്തുകൊണ്ട് ഈ മെഷീൻ ഇതേപോലെ പൊക്കി ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്ത് ചവിട്ടി നിന്നുകൊണ്ട് വേണം ഈ മെഷീൻ മേലേക്ക് അതേപോലെ തന്നെ പൊക്കി വെക്കാനായിട്ട്. വീണ്ടും അടുത്തത് ഇങ്ങനെ അങ്ങനെ തന്നെ. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതല്ലേ എവരെയാണോ കാര്യം ഒരു പരിശീലനം. സൈക്കിൾ ബാലൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു വരുമ്പം സെറ്റാകും. ആദ്യമൊന്നും പഠിച്ചിട്ടല്ലല്ലോ എല്ലാം ചെയ്യുന്നത്. വീണ്ടും നമ്മളിവിടെ ഇത്രേ കയറുന്നുള്ളൂ, നമ്മളിലേക്ക് പോകുന്നില്ല. വീണ്ടും ഇറങ്ങി കാണിക്കുന്നത്. ഇവിടെ ഈ കാല് ലൂസ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് എവിടം വരെ കാല് പരുവത്തിന് വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി കൊടുക്കുക. അത് നിന്നുകൊണ്ട് ഇത് അതേപോലെ തന്നെ ലൂസ് ചെയ്ത് ചവിട്ടി കൊടുക്കുക. ഇത്ര ഗ്ലാസേ ഉള്ളൂ. വീണ്ടും അത് ഇങ്ങനെ തന്നെ ലൂസ് ചെയ്യുക, ഇങ്ങനെ ഇറക്കുക, ചവിട്ടി മുറുക്കുക. അവിടെ ലോക്ക് ആയിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാം മനസ്സിലായി. ഇനി കേറുമ്പോ അറിയാം. അപ്പൊ ഞാൻ ഇത്ര സ്പീഡിലൊന്നും കേറില്ല കേട്ടാ. സ്പീഡിൽ കയറുന്നില്ലല്ലോ, ഞാൻ പതുക്കെ നോക്കാവേ. പ്രാക്ടീസ് ചെയ്യുന്ന സ്പീഡിൽ കയറുമല്ലോ. ഇനി ഞാനൊന്ന് കേറി നോക്കട്ടെ. ഐക്യം കിട്ടുന്നൊന്നും ചെയ്യുന്നില്ല, കയറിക്കോ. ഇതെല്ലാം സ്ട്രോങ് ആണല്ലോ. ഒന്നും പ്രശ്നമൊന്നുമില്ല. പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റിലെ ഈ മെഷീൻ
പിന്നെ കാല് ലൂസ് ചെയ്യുക, ഇവിടെ പൊതിച്ച് മേലോട്ട് വെക്കുക, ചവിട്ടി കൊള്ളിക്കുക. അതേപോലെ തന്നെ രണ്ടും. ഓക്കെ. ഫസ്റ്റ് ഈ കാല് ഇതിനകത്ത് ഇടണമല്ലോ. രണ്ട് കാലും വെച്ചിട്ട് ലെഫ്റ്റ് പൊക്കണം. നേരത്തെ ചെറുങ്ങനെ നോക്കിയതല്ലേ, പിന്നെ റൈറ്റ് പൊക്കണം. അതേപോലെ തന്നെ അങ്ങ് കയറിയാൽ മതി. അങ്ങനെ തന്നെ കയറിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു കാല് ചവിട്ടി മുറുക്കി കൊള്ളിച്ചുകൊണ്ട് തന്നെ നേരത്തെ കയറി നോക്കിയില്ലേ, അതേപോലെ തന്നെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കയറി നോക്കിയിട്ടുണ്ട്. അടുത്തടുത്ത് നിൽക്കണം. മെഷീൻ അടുത്തടുത്ത് നിന്നാലേ നമ്മൾ താഴെ കാല് വെച്ച് നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഇത്ര ഗ്യാപ്പ് മതിയോ? മതി. മുറുക്ക് അടുത്ത മെഷീൻ അതേപോലെ തന്നെ പൊന്തിച്ചു പോയി. ഒരു മെഷീൻ പൊന്തിച്ചാൽ അത് ചവിട്ടി അവിടെ മുറുക്കിയിട്ട് വേണം അടുത്ത മെഷീൻ പൊന്തിച്ചു വെക്കാൻ. എനിക്ക് ഇഷ്ടാട്ടോ ഈ പണിയൊക്കെ ചെയ്യാനായിട്ട്. പേടിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റും. മിഷുമാളൊക്കെ എടുത്തിട്ട് ഞാൻ ഒരു തവണയൊക്കെ ഇടം വെട്ടി മരം മുറിച്ചപ്പം ഒന്ന് നോക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടാക്കാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പൊ ഇനി മിഷുമാളും പഠിപ്പിക്കണം കേട്ടോ. മിഷുമാൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മുറിച്ചോ? എത്തിയോ മണ്ട എത്തിയോ? അപ്പൊ പൊക്കം വരെ കേറണോ? കേറാല്ലേ? കേറാങ്കിൽ കേറിക്കോ. ഞാൻ കേറും. വലിപ്പം പറയുന്നു മതി ഇറങ്ങിക്കോളെ. അപ്പഴേ മോള് പഠിക്കട്ടെ. അപ്പഴെങ്ങാനും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിർത്തിയാ നമുക്ക് ഇത് പറമ്പിട്ട് തേങ്ങക്കിടണ്ടേ? തേങ്ങ ഇല്ലാത്ത തൈ തെങ്ങല്ല ഇപ്പൊ കേറുന്നു. ഇപ്പൊ തേങ്ങയില്ല കേട്ടോ. ഒരുപാട് പൊക്കമുള്ളത്തിൽ കയറിയ എനിക്ക് തല ഇറങ്ങുമെന്ന് പപ്പയ്ക്ക് പേടി. ഞാൻ പറഞ്ഞാ ഞാൻ കേറാന്ന്. മണ്ടലോട്ട് വരുമ്പോ മണ്ണം കുറയുന്നുണ്ടോ ഇച്ചിരി. ഇത് ഓക്കെ ആണോ പപ്പ? കുഴപ്പമില്ല. അയ്യോ ഇപ്പൊ തല ഇടിക്കൂലോ. തെങ്ങിന്റെ കവളിൽ കയറിയിട്ട് ഇറങ്ങിവാ. ഇതിനകത്തോ? അയ്യോ ഇതിനകത്തൊക്കെ പപ്പ കയറി നിൽക്കുന്നല്ലേ നിൽക്കാനായിട്ട് എനിക്കൊന്നും പറ്റില്ല. മെഷീൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൂസാക്കി പിന്നെ ബസ്സിലെ ഓരോ മെഷീൻ റൈറ്റ് കാല് മുക്കിയിട്ട് താക്കണം അല്ലേ? താക്കണം. എന്നിട്ട് മുറുക്കി സെറ്റ് ചെയ്യും. അങ്ങനെ തന്നെ. ഇനി അതേപോലെ തന്നെ ആ കാല് ലൂസ് ചെയ്തായിട്ട് ഇറക്കി ലേശോടെ താഴോട്ട് ഇറക്കാം. അരയടിയല്ലേ ഇറങ്ങുന്നേ. ഞാൻ അരയടി കൂടുതൽ ഇറങ്ങും. പപ്പ ചെയ്യുന്നല്ലോ എനിക്ക് വളർത്തുണ്ടോ? പപ്പ ഇത് സ്ഥിരം ചെറുപടി ചെയ്യുന്നു. ഞാൻ അല്ല കേറി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. പപ്പ ഇങ്ങനെ ചെറുപടിയെന്ന് കയറുന്നല്ലോ ഞാനും അങ്ങനെ കയറണമെന്നാ പപ്പ പറയുന്നേ. പക്ഷെ ഞാനും ഭാവിയിൽ അങ്ങനെ കയറും. എനിക്കിഷ്ടമാ. അല്ല കുഞ്ഞിലെ തൊട്ട് മരം കയറണമെന്ന് വലിയ താല്പര്യമുള്ള പാർട്ടികളല്ല. പക്ഷെ പണ്ടത്തെ പേലൊക്കെ കയറുന്നതല്ലല്ലോ ഈ തെങ്ങും വലിയ മരമൊക്കെ. അടുത്ത സ്പൈക്ക് ഇട്ടിട്ട് അടുത്ത മറ്റേ കയറിക്കോ നീ. പപ്പ എനിക്ക് സ്പൈക്ക് ഇട്ടിട്ട് കയറണം. എനിക്ക് സ്പൈക്ക് ഇട്ടിട്ട് കയറണം. മിഷിമാള് എന്നിട്ട് എനിക്ക് മരത്തിന് മണ്ട കയറിയിട്ട് മിഷിമാൾ വെച്ചിട്ട് മുറിക്കണം.
പപ്പ ഒന്നും കേൾക്കുന്നില്ല. മുറിക്കും. പപ്പയ്ക്ക് ചെയ്യാമല്ലോ. അപ്പൊ ഞാനും ചെയ്യും. പപ്പ എന്നെ പഠിപ്പിച്ചാൽ മതി. പഠിപ്പിക്കാം. ഇങ്ങോട്ട് ഇറങ്ങ. തേങ്ങ ഉണ്ടായിരുന്ന തേങ്ങയും കൂടെ പറിച്ചിട്ട് വരായിരുന്നു. കേറിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചു. ഒരു കരിക്ക് പിടിക്കാൻ തോന്നുന്നു. തേങ്ങയുള്ള തെങ്ങുണ്ടല്ലോ, പോയി കയറി. അത് ഇച്ചിരി പൊക്കം കൂടുതലല്ലേ? വേണമെന്ന് വെച്ചാ നോക്കാം. താക്കടിയാ മെഷീൻ ഇതോ? അന്നല്ലേ ഇറങ്ങാൻ പറ്റൂ. ചെറിയൊരു വഴക്കൊക്കെ കേട്ടാലേ സെറ്റായി. മടുത്തിയായി. അപ്പൊ നമ്മുടെ തെങ്ങേറ്റവും കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് അങ്ങനെ നോക്കാത്തോണ്ട് ഇച്ചിരി പാട്. പക്ഷെ ഷൂട്ട് നന്നായി. എന്റെ ചെരുപ്പിട്ടോണ്ട് കയറിയിരുന്നെങ്കിൽ പപ്പനോട് പറഞ്ഞു ചെരുപ്പിടാതൊക്കെ കയറിക്കോളാൻ. ആരോടാ? നമ്മളെ ചെരുപ്പിടാതൊക്കെ കയറുന്നു. അയ്യോ, എനിക്ക് ചെരുപ്പിടാതെ പറ്റില്ല കേട്ടോ. ഷൂട്ട് നന്നായി. അതുകൊണ്ട് നല്ല ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിപ്പോ ആർക്കും പറ്റൂട്ടോ. എനിക്ക് പറ്റുന്നുണ്ട്. തെങ്ങുള്ള തേങ്ങയുള്ള തെങ്ങില് കയറാന്ന് ഞാൻ പറഞ്ഞത്. ഭയങ്കര പൊക്കോ. 40 രൂപ 50 രൂപയൊക്കെ ഉണ്ട് ഒരു തെങ്ങ് കയറുന്നതിന്. ഒരു 10-30 പേലേക്ക് കയറിയാൽ മതി. എനിക്ക് 200 രൂപയൊക്കെ തന്ന ആൾക്കാരുണ്ട്. 200 രൂപ ഒരു. കണ്ണൂരായിരുന്നപ്പോ ഒരു ദിവസം എത്ര തെങ്ങ് കയറും? തേങ്ങ പറിക്കാൻ ഞാൻ 60 തെങ്ങിലൊക്കെ കയറും ഒരു ദിവസോ? അപ്പൊ ഒരു ദിവസം എത്ര രൂപ കിട്ടും? ഒരു ദിവസം 24. അന്ന് 40 രൂപ ഉണ്ടായിരുന്നു. ഇന്നല്ല, ഒരു 10 വർഷം മേലെയായി. അന്ന് അപ്പൊ ഈ തെങ്ങ് ഒരുക്കാനൊക്കെ കയറൂലേ? അപ്പൊ കയറും. അപ്പോഴോ ഈ പൊടിയല്ല അപ്പൊ എങ്ങനെ കണ്ണി പോവാതെ എല്ലാം ചെയ്യുന്നേ? കുറച്ച് കണ്ണിലൊക്കെ പോകും, കുറച്ച് പോവാതെ. ബാലൻസ് ആയി കഴിയുമ്പോ കുഴപ്പമില്ലല്ലേ? പൊക്കത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചൂടും കൂടുതലാ. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ സ്പൈക്ക് ഇട്ട് കയറുന്നുണ്ട് അടുത്ത വീഡിയോയില്. അപ്പൊ സ്പൈക്കൊക്കെ സെറ്റ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അപ്പൊ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചപ്പോ, തൃശ്ശൂരിൽ നിന്ന് അത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചപ്പോ ഫസ്റ്റ് കിട്ടിയപ്പോ ഞങ്ങളത് അഴിച്ചൊക്കെ നോക്കി, അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ പപ്പ പണിക്ക് പോകുമ്പോഴത്തേക്കും അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ അന്നിട്ട് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പച്ചിക്ക് പേടിയായിരുന്നേ. അപ്പച്ചിക്ക് തെങ്ങി കയറി, ഞാനിങ്ങനെ തെങ്ങി കയറി നിന്നിട്ട് ആദ്യമേ ഒന്ന് കയറി നോക്കാന്നുള്ള പ്ലാനിൽ നോക്കിയായിരുന്നു. അപ്പത്തേക്ക് അപ്പച്ചി ഇറങ്ങടി താഴെ, കൊച്ചെ ഇറങ്ങടി എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ വന്നിട്ട് അപ്പച്ചിക്ക് പേടിയാ. പക്ഷെ എനിക്കിതൊക്കെ എനിക്കിഷ്ടമാണ് പപ്പ ചെയ്യുന്ന പണിയൊക്കെ ചെയ്യാനായിട്ട്. ഇങ്ങനെ മെഷീൻ എടുത്തിട്ട് മുറിക്കുക, തെങ്ങി കയറുക, അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പപ്പയുടെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ പോവായിരുന്നു. ആ വീഡിയോ ഒക്കെ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇനി അടുത്ത വീഡിയോയില് ബൈക്കിട്ട് ഞാൻ ഇപ്പൊ തന്നെ കയറാൻ പോകും. അപ്പൊ ഈ വീഡിയോ കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. ഇതെന്തായാലും ഞങ്ങൾ യൂട്യൂബില് ഇടും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഇതില് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.